വെൽക്കം ടു സ്റ്റീലെ ബ്രൗൺവുഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞാണ് എത്രയും പണം സ്റ്റീലെ ബ്രൗൺവുഡുമായിട്ട് കളിക്കാൻ വരും. ഇത്രയും സാധനമുണ്ട് നമ്മുടെ ഈ മണ്ടയ്ക്ക് രണ്ടുമൂന്നെണ്ണം ഇരിപ്പുണ്ട്. നമ്മൾ റീബർത്ത് ചെയ്യാതിരിക്കുന്നത് ഇത്ര സാധനം ഉള്ളതുകൊണ്ടാണ്. ഇത് കണ്ടു, നമുക്ക് റീബർത്ത് ചെയ്യാൻ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, അതാ ജോയിൻറ്റ് കാണിച്ചേക്കുന്നത്. നമുക്ക് അവളുടെ ഇത്രയും ബ്രെയിൻ നോട്ട്സ് കൊടുത്തു, പക്ഷെ അവൾ സൂക്ഷിക്കത്തില്ല. അതാ ഏറ്റവും വലിയ കേസ്. ഞാൻ കൊടുത്തുവിടാതെ നമ്മൾ ഇത്ര ഉണ്ട്. ഇത് നമ്മൾ സ്റ്റോൾ ചെയ്തതാണ്. ഇത് സ്റ്റീൽ ചെയ്തതാണ്, ഇത് സ്റ്റീൽ ചെയ്തതാണ്. ഇത് നമ്മൾ മേടിച്ചത്, ഇതും മേടിച്ചത്. ഈ ബലറീന കപ്പച്ചിനാ സ്റ്റീൽ ചെയ്ത. വേറെ മണ്ടൊക്കെയുണ്ട് സ്റ്റീൽ ചെയ്ത്. നീത്തി എഴുതുന്നുണ്ട്. ഇത് സ്റ്റീൽ ചെയ്താ. സ്റ്റീൽ കൊടുക്കുന്ന പാടാണ്. ഇവിടെ ഇമ്മാര് കുറേ മെഷീനൊക്കെ വെച്ച് ഒന്നെങ്കിൽ ഞാനൊരു പ്രൈവറ്റ് സെർവർ തുടങ്ങണം. പക്ഷെ ആരും എനിക്കറിയത്തില്ല പ്രൈവറ്റ് സെർവർ എങ്ങനെ തുടങ്ങണ്ടേന്ന്. പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഗായ്സ്, എൻ്റെ അനിയത്തിയുടെ ബേസ് ഇപ്പോൾ തുറന്നു നടക്കുവാണ്. നമ്മളവിടെ പോയി എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അല്ല ലോക്ക് ചെയ്യാൻ പറയാം. ലോക്ക് ചെയ്തോ? ലോക്ക് പോലും ലോക്ക്. നീ വേണ്ട, അതങ്ങ് അയക്ക്. നീ എന്റെ ബേസിൽ നിന്ന് ഒന്ന് എടുക്കുവാ. ഞാൻ റീബർത്ത് ചെയ്യാൻ നമ്മുടെ ബേസിൽ പോയി നമുക്ക് അൺലോക്ക് ചെയ്ത് വിടാം. ഇവിടെ എൻ്റെ വേറെ ഫ്രണ്ട് കൂടെ കളിക്കുന്നുണ്ട്, അതുകൊണ്ട് അനീത്തി അല്ലാതെ അവൻ്റെ ബേസ് ഇവിടെ ഉണ്ട്. അനീത്തി ഒന്ന് ഇങ്ങോട്ട് വരുവായിരുന്നേ ഏതേലും ഒന്ന് എടുത്തോണ്ട് പോണേ. ഇതെടുക്കും, ഒരു റൗണ്ട് ലെജൻഡറി ആണ്, അതെടുക്കില്ല. എനിക്ക് റീബർത്തിന് വേണ്ടയാ. വീഴുന്നത് ഗ്രാമക്കുട്ടി ഉണ്ടോ? അനീറ്റി പോവാന്ന് പറഞ്ഞു. ഭയങ്കര സ്റ്റക്കാണ്. എന്നാ പൊക്കോ. എനിക്കൂടെ നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ മെഷീൻ എങ്ങനെയായാലും എനിക്ക് മേടിയാം. അതിന് റീബർത്തി അവിടെ ബേസ് തുറന്നു അനീറ്റി പറഞ്ഞു. ഇല്ല എംറ്റി. അതെ പൊന്നു, നിന്റെ ബേസ് ലോക്ക് ചെയ്തിട്ട് പോകും. ബേസ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സ്റ്റക്ക്, അതുകൊണ്ടാണ്. എന്റെ അടുത്ത് ബേസ് അതിനെ എടുത്തോണ്ട് പോക്കോട്ടോ. ഒരു മുമ്പ് നീ എന്നാ ലീവ് ചെയ്തു. നമുക്ക് ജമ്പ് ആൻഡ് ക്ലൈം കളിച്ചാലോ? നമുക്ക് അല്ലെ വേണ്ട, നീ പോക്കൂ. ഇവിടെ അലമ്പോടെ നമുക്ക് നിർത്തിയേക്കാം. ബേസിസ് ഫുള്ളാ. നമുക്ക് നോക്കണേ. ഓടെ അവിടെ മൊത്തം അടിയായിരിക്കും. ബി മേടിച്ചിട്ടുണ്ട്. ബി മേടിക്കാൻ നല്ലതാ. ഇവിടെ കുറെ എണ്ണമുണ്ട്. എല്ലാത്തിനും ബ്രേസ്. അവൻ്റെ ബേസ് ലോക്കായി. ഈ ബേസിൽ ഒന്നുമില്ല, ഒരു വഹയില്ല. ഈ ബേസിന് മണ്ടക്കുണ്ടോന്ന് എനിക്ക് ഡൗട്ട്. ഓക്കെ, നീ വേണേ കയറി. നമുക്കിത് മണ്ടക്കില്ല ഗൈസ്. എൻ്റെ ബേസ് നമുക്കിത് ഇതിനകത്ത് കൊണ്ടിടാം. ഈ മെഷീൻ ഗണ്ണ് മേടിക്കണം ഗൈസ്. ഞങ്ങൾ യൂട്യൂബിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് യൂട്യൂബിൽ നോക്കണം. എനിക്ക്
അങ്ങനെ പ്രൈവറ്റ് സെർവർ തുടങ്ങുന്നു. ആകുമ്പോൾ ഫ്രണ്ട്സിനെയും കൂട്ടി അമ്മാരൊന്നും ആ സ്റ്റോൾ ചെയ്യത്തുമില്ല. 20 ബില്യൺ ഉണ്ട് നമുക്ക്. പക്ഷെ എന്നാലും ബ്രെൻഡോട്ട് വരുന്നില്ല. ഇനി റീബർത്തിനുണ്ട് എപ്പോഴും ഇതിൻ്റെ ക്രാബൊക്കെയാണ്. എപ്പോൾ നോക്കിയാലും മണ്ടൊക്കെ നടക്കുന്ന സാധനമാണ്. ഇത് മേടിക്കുന്നത് വേണ്ടോട്ടെ. നമ്മൾ ഇത് ചെയ്യാം. പടിയാവും. ഇതിനകത്തല്ല ഉണ്ടാക്കണ്ട. 7 days കഴിയുവാണ് അത് കിട്ടിയത്. പക്ഷെ നമുക്ക് കുറേ ഇതുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ഫ്യൂസിനകത്ത് ഇട്ട് നോക്കിയാൽ. പക്ഷെ നമ്മുടെ ബേസ് ഇവിടെ ആയിരുന്നു. നടുക്ക് വല്ലതും ഫ്യൂസ് മെഷീൻ്റെ മണ്ടയ്ക്കായിരുന്നു. നമുക്ക് വല്ലതും ചെയ്യാമായിരുന്നു. എന്നാൽ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ കൂടുതലൊന്നും ചെയ്യാനില്ല. നമുക്കൊരു ഈവൻ്റ് ഒക്കെ പ്രൈവറ്റ് സെർവർ തുടങ്ങിയിട്ട് നമുക്ക് എന്താ സെറ്റ് ചെയ്യാം. ടാറ്റ അതിന് മുമ്പ് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ. എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ കയറാം. ഞാൻ ഇവിടെ ഇല്ല, അമ്മ വീട്ടിലാണ്. അല്ല നമുക്കിത് ഫ്യൂസ് ഇട്ടിട്ട് പോകാമ്പോഴേ ഇത് വലിയൊരു ബീഫ് പോലുണ്ട്. ഭയങ്കര വരും. 3 നില. നമ്മുടെ ഏകദേശം 2 നിലയാണ്. അടുത്തത് ഈ ഫുട്ബോൾ കളിക്കാരൻ്റെ ഇത് 2 ഉണ്ട്. നമുക്കൊരു പെൻസിലും ഉണ്ടിട്ടാലോ. എൻ്റെ ഇഷ്ടമുണ്ടോ അല്ലേ? വേണ്ട, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതല്ലേ രസമാണ് കാണാൻ. കുറേ ഉണ്ട് ക്രാബിൻ്റെ ഇത്. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ ക്രാബ് ഫ്രൈ മേടിക്കുന്നത്, ജ്യൂസ് അതൊക്കെ വെച്ചായിരിക്കും. ഞാൻ ചുമ്മാ വാങ്ങുന്നേ ഉള്ളൂ. ഇനി മണ്ടൊക്കെ ഉണ്ട് കണ്ടോളൂ. ഇതിനകത്തൊന്ന് ഏറ്റവും കൂടിയത് ഇതന്നെ അങ്ങനത്തെ കൊണ്ടുപോകാം. ഇല്ല, നമ്മൾ ഇതിന് അതേ വേണ്ട, ഇഷ്ടത്തന്നെ ഇടാം. എല്ലാം വെറൈറ്റി ഇരിക്കട്ടെ. ഇതൊക്കെ വട്ടത്തിലാണ് കാണിക്കുന്നത്. മില്യൺ കണക്കിനുള്ള സാധനം എടുത്തോണ്ട് പോയി ഇതേന്ന് എടുത്ത് സ്റ്റോൾ ചെയ്ത് സ്വന്തം ഇതേന്ന് സ്റ്റോൾ ചെയ്യുന്നു. ഫ്യൂസ് സാന്റാ ഫ്യൂസ്. ശരി ഗൈസ്, ലീവ് ചെയ്യുവാണ്.